കഴിഞ്ഞ് വന്നോ? ദേ ഈയിടെയായിട്ട് നിങ്ങൾക്ക് എന്താ ഒരു മാറ്റം? എന്ത് മാറ്റം? അല്ല, എന്നെ യാതൊരു വിലയില്ലാത്ത മാതിരി. കണ്ടോ കണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി എന്നെ ഇങ്ങനെ നോക്കാനേ നിങ്ങൾ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പോ യഥാകാലേ യഥാർത്ഥ ബുദ്ധി എന്ന് വെച്ചാ? ഓഹോ, നിനക്ക് ഇംഗ്ലീഷ് അല്ലേ മനസ്സിലാവൂ. അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. കഴിഞ്ഞ മീറ്റിങ്ങിനെ എന്റെ ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടിട്ട് ഡോക്ടർ ലീലാമ്മ പോലെ അന്തം വിട്ട് നിന്നുപോയി, അറിയാവോ? അന്തം വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവരൊന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറയും? ശരിയാ, അവരല്പം നിലവാരം കൂടിയ സ്ത്രീയാ. അതുപോട്ടെ, നീ എന്താ ഈ കൂട്ടിലിട്ട വെരിനെ പോലെ ഒന്ന് കറങ്ങുന്നത്? പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലേ? എങ്ങനെ നടക്കാതിരിക്കും? എന്റെ മോനൊരു അപമാനം വന്നാൽ എനിക്ക് സഹിക്കോ? നിന്റെ മോനോ? ഭർത്താവിന്റെ ആദ്യ ഭാര്യയുള്ള മകനെ സ്വന്തം മകനെ കാണാനുള്ള ഹൃദയശാലതൊന്നും നിനക്കില്ലെന്ന് നീ ഇന്നലെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാൽ അവൻ അപമാനിക്കപ്പെട്ടല്ലേ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഷോ, ഈ സൊസൈറ്റി മെമ്പേഴ്സിന്റെ മുഖത്തൊക്കെ ഇനി ഞാൻ എങ്ങനെ നോക്കും? അപ്പൊ അതാണ് പ്രശ്നം. ആട്ടെ, എന്ത് അപമാനോ ഇത്ര ഭീകര രീതിയിൽ ഉണ്ടാക്കി വെച്ചത്? അതോ നാട്ടിലെ ആണുങ്ങളുടെ മുമ്പിലെ ഡാൻസ് ആടി പിച്ചപാത്രം നീട്ടി പൈസ വാങ്ങുന്ന ആ അലവലാതി പെണ്ണില്ലേ, അവളെ എന്റെ മോന്റെ മുഖത്തടിച്ചെന്ന്, അതും നനഞ്ഞ തുണി കൊണ്ട്. ഒറ്റ മണിക്കൂർ കൊണ്ടേ നാട്ടിൽ മുഴുവൻ പാട്ടായില്ലേ? ഈ നാട്ടിലുള്ള എന്റെ നിലയും വരെ എന്താണെന്നാ നിങ്ങളുടെ വിചാരം? ആ ജെസ്സിയോടും ആമിനത്താത്തോടൊക്കെ എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ ആ ദേവദാസി പെണ്ണുങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓടിക്കും. ഇത്രക്കായോ അവരൊക്കെ? സ്ത്രീവർഗത്തെ മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന വർഗങ്ങള്. എന്തേ? എന്റെ മോന്റെ കാര്യം ചോദിക്കാൻ വന്നാ. വെറുതെ നടന്നു വരുന്ന ഒരുത്തനെ എതിരെ വരുന്ന ആള് തലങ്ങും വിലങ്ങും തല്ലുവോ? അതും ഒരു പെൺകുട്ടി. ഒരു ഉറുമ്പിനെ പോലെ നോക്കിയാത്തനവൻ. അവന്റെ മുഖം കാണണം. ഇന്ന് ഒറ്റകൾ ഇവിടുന്ന് ഓടിക്കണം. അത് ശരി, എല്ലാ സുഖസൗകര്യങ്ങളും സ്വാതന്ത്ര്യവും വാരിക്കോരി കൊടുത്തിട്ട് ആൺകുട്ടികളെ നിലവാരമില്ലാതാക്കി വളർത്തിയതും പോരാ, അവര് കാണിക്കുന്ന എല്ലാ വൃത്തികൾക്കും കൂട്ടുനിൽക്കുക ന്യായീകരിക്കുക. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ എവിടുന്നോ കെട്ടുപൊട്ടിച്ച് വന്നു, ഇവിടുന്ന് ഓടിക്കണമെന്നും. ഈ രാജ്യം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടേതുവാ. പിന്നെ ഓടിക്കൽ, അതിന് നിങ്ങളുടെ ആരെങ്കിലും സ്വകാര്യ ഭൂമിയിലാണോ ഞങ്ങൾ താമസിക്കുന്നത്? അല്ലല്ലോ. അപ്പോ അങ്ങനെ അല്ലാത്തിടത്തോളം കാലം സർക്കാർ തീരുമാനിക്കട്ടെ, ഞങ്ങൾ എവിടെയെങ്കിലും അന്തി ഉറങ്ങണോ അതോ കൂട്ട ആത്മഹത്യ ചെയ്യണോ? എന്നമ്മാ കൂപ്പിട சொன்னே? அப்படியா? என்னங்க, நம்ம புள்ளைக்கு வேலை கிடைச்சாச்சு. சென்னை ஹைகோர்ட்டில் கிளர்க்கு தான். அப்படியா? கடவுள் காப்பாத்தியாச்சு. ஆமா, அப்பாக்கும் அம்மாக்கும் நிம்மதியாச்சு. இல்லம்மா, எதுக்கு வேலைக்கு போனோம்? ஆமா வருது, நாளைக்கு வருது. குமார் கிட்ட அப்பா வருதுன்னு சொல்லிடு. கொடுங்க, இங்க கொடுங்க. ஆமாம்மா, அம்மாதான். ரொம்ப சந்தோஷம். அம்மா அப்புறம் கூப்பிடலாம். நீ நிம்மதியா இருந்த? ஆமாம்மா, வரலாம் வரலாம். சரி சரி, என் கண்ணு, என் முத்து. ஏய், என் மகளுக்கு வேலை கிடைச்சாச்சு ஜாமி. 7,000 ரூபாய் ஸ்டார்டிங் சாலரி கிடைக்கும். நாங்கள் இனி வேலைக்கு போகல. நீதி நீங்க எடுத்துடுக்கோ சாமி, இது என்னோட சந்தோஷத்துக்கு தான். வாமா, வா சொன்னா. നന്നായി വാ. ഒരു ലക്ഷ്യം മനസ്സിലിട്ട് പ്രവർത്തിക്കുന്നവനെ ഈശ്വരൻ കൈവിടിയില്ല. എന്നാലും 10 വർഷങ്ങൾ ഒന്നായി வாழ்ത്തില്ലേ, പിരിഞ്ഞു പോയിടുമ്പോ മനസ്സൊരു മാതിരി. സാരമില്ലടോ, എല്ലാം നല്ലതിനാ. മുല്ലേ,
உன்னோட திருமணத்துக்கு கண்டிப்பா வருவேன். மறக்காம எங்களை கூப்பிடணும். வரட்டுமா? சரி. അതങ്ങനെ മതി. ശരി. എന്നിട്ടെന്തായി? അത് നിന്നോട് പറഞ്ഞതല്ലേ? കൊള്ളാം കേട്ടോ. എന്ത്? ഡാൻസും പിന്നെ ഡാൻസ് ആടുന്ന ആളും പിന്നെ ഈ കാന്താരി മുളകും. പോടാ, വാ മോളെ. അങ്ങനെ അങ്ങ് പോയാലോ? അഭിനന്ദിക്കുന്ന നല്ല മനസ്സുണ്ടല്ലേ? ഒരു മറുപടി പോലും പറയാതെ നന്ദി. അങ്ങനെ ഒരു വെറും വാക്കിൽ ഒതുക്കാനുള്ളതാണോ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം? ഹേയ്, ഒരിക്കലും അല്ല. പെരുമാറ്റത്തിൽ മതിപ്പുളവാകുമ്പോ മനുഷ്യനാ പരിചയം തുടരും. അതില്ലാതായ പുച്ഛിക്കും. അതെ, അങ്ങനെ അങ്ങ് നെകളിച്ച് വിലസാമെന്നൊന്നും കരുതണ്ട. എന്തിനങ്ങനെ കരുതണം? വാടാ, കരുതേണ്ടത് എന്താണെന്ന് ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ
കണ്ണു തുറക്ക് വാസണ്ട. അയ്യോ